ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് വേൾഡ്. അപ്പം നമുക്കിന്ന് എഗ്ഗ് കൊണ്ട് ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു എഗ്ഗ് റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് നമുക്ക് 3 എഗ്ഗാണ് ആവശ്യം. ആ 3 എഗ്ഗിൽ ആവശ്യത്തിന് ഉപ്പും പെപ്പറും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിക്കണം. അത് ഇഡ്ഡലി തട്ടിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും ആവി കയറ്റിയെടുക്കാം. പക്ഷെ ആവി കയറ്റുമ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാത്രത്തിൽ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് വേണം ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ അടി പിടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ആവിയൊന്ന് കയറ്റി കൊടുത്താൽ മതി. തുറന്ന് നോക്കിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തോന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷേപ്പിൽ പീസാക്കിയിട്ട് എടുക്കാം. ഇന്ന ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല, നമുക്ക് പറ്റണ പോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ ആവശ്യം ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഓപ്ഷണലാണ്. ഇതിൻ്റെ ഫ്ലേവർ വല്ലാതെ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്യണമെന്നില്ല. വെറും മുളക് പൊടിയും പെപ്പർ പൗഡറും മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യം 1 കപ്പ് മൈദ, ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. കാരണം നമുക്ക് ആ എഗ്ഗ് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഫ്രൈ ചെയ്യാനാണ് ഈ ബാറ്റർ റെഡിയാക്കേണ്ടത്. അപ്പോൾ നന്നായി ലൂസായി കഴിഞ്ഞാൽ ആ ബാറ്ററിൽ ഫ്രൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല, എഗ്ഗ് പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് പീസസ് ഈ ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഈ എണ്ണ സൺഫ്ലവർ ഓയിൽ എണ്ണ എടുക്കാൻ ശ്രമിക്കുക. കാരണം വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും. ഇതൊരു ചൈനീസ് ഡിഷാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എണ്ണ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഓരോ പീസും നല്ല തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മുടെ എഗ്ഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ എഗ്ഗ് ഫ്രൈക്ക് ഒരു ഗ്രേവി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെയിൻ സാധനങ്ങൾ, ഒരു കഷ്ണം ഇഞ്ചി നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞു വെച്ചതാണ്. ഇതിപ്പോൾ 2 ഓരോ ടീസ്പൂണോളം ഉള്ളൂ. പിന്നെ ഒരു 2 മീഡിയം സൈസ്ഡ് സബോള, അതും ചെറുതാക്കി കൊത്തി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് ക്യാപ്സിക്കാണ്, അതും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടിയും നമുക്ക് ആഡ് ചെയ്യാം. അതിപ്പോൾ ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ആ 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 2 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഒരുവിധം ആ പച്ചമണം മാറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതും ഒരു നല്ല ബ്രൗണിഷ് ഒന്നും ആവണ്ട, എന്നാലും ഒരുവിധം ഒന്ന് വഴണ്ട് വരണ വരെ തന്നെ നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും ഏകദേശം ഒന്ന് വഴണ്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ സാധാ മുളക് പൊടി കണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് രണ്ടും കൂടി ഒന്നുകൂടി നന്നായി ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സബോളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ടും 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വിനീഗറും ഒരു പിഞ്ച് ഷുഗറും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് ഒന്നും കൂടി സെറ്റ് ആവണ വരെ വയ്ക്കുക. എല്ലാ സോസുകളും ഒക്കെ കൂടി ഒഴിച്ചിട്ട് ഏകദേശം ഈ ഒരു രൂപത്തിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി വാട്ടർ
നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ആ ഗ്രേവിയുടെ ഒരു തിക്നെസ്സിനനുസരിച്ചിട്ട് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി വെച്ചിട്ട് നന്നായിട്ട് ഒരു സിമ്മിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം. കാരണം ഈ കോൺഫ്ലോറിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറണമെങ്കിൽ ഒന്ന് തിളച്ച് വരണം നന്നായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഫ്രൈ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറേ നേരമായിട്ട് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു അടിപൊളി ഡിഷാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ എപ്പോഴും എഗ്ഗ് കൊണ്ട് എഗ്ഗ് ഓംലെറ്റ് അല്ലെങ്കിൽ എഗ്ഗ് വറുത്തരച്ച കറി, എഗ്ഗ് റോസ്റ്റ്, അങ്ങനെ പല ടൈപ്പ് കറികളും ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറിയാണിത്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഇനി ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. താങ്ക്